എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിമീൻ പൊള്ളിച്ചതാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നാടൻ മത്തിമീൻ പൊള്ളിച്ചതാണ്. ഇത് നിങ്ങൾക്ക് വാഴയില ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. കൂടെ തന്നെ ഞാനിവിടെ ഒരു ലെമണിൻ്റെ പകുതി ലെമൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസും നമുക്ക് ഇതിലോട്ട് പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ഓയിലാണെങ്കിലും നിങ്ങൾ ചേർത്ത് ഈ ഒരു പാകത്തിൽ നന്നായി ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ മസാലയെല്ലാം മീനിലോട്ട് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വാഴയിലയിൽ പൊതിയാനുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ട് ചെറിയ ഉള്ളി നടുവേ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 12 മുതൽ 14 എണ്ണം വരെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ചെറുതായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം സിമ്മിൽ വെച്ച് ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പെരുംജീരകപ്പൊടി 1/4 ടീസ്പൂൺ. ഇതെല്ലാം ചേർത്ത് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കരിയാതെ സൂക്ഷിക്കണം. ഞാനിവിടെ ഇതിൽ എണ്ണ കുറവായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് തക്കാളിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മീനിനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇത് അടിഭാഗം കരിയാതിരിക്കാനും നല്ലൊരു മണം കിട്ടാനുമാണ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മീനിനെയും ഇട്ട് കൊടുക്കാം. മീനിൻ്റെ ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്ക് മീനിനെ മറിച്ചിട്ട് കൊടുത്ത് അടുത്ത ഭാഗവും വേവിച്ചെടുക്കാം. നന്നായി വേവിച്ചെടുക്കണമെന്നില്ല, കാരണം നമ്മളിനി ഇലയിൽ വെച്ച് ഒന്ന് വേവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 1/4 ഭാഗം വെന്താൽ മതിയാകും. നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇലയാണ്. അതിനെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ പൊതിയുമ്പോൾ ഈ ഇല പൊട്ടിപ്പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ വാട്ടുന്നത്. ഇനി നമുക്ക് മീനിനെ പൊള്ളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വാട്ടിയ ഇല ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ തയ്യാറാക്കിയ ഉള്ളിയുടെയും തക്കാളിയുടെയും മസാല ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ മീനിൻ്റെ മുകളിൽ പിന്നെയും നമ്മുടെ ആ മസാല ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നന്നായി പാഴ്സലെല്ലാം നമ്മൾ പൊതിയുന്നത് പോലെ പൊതിഞ്ഞ് വാഴനാര് കൊണ്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കാം.
ഇനി ഇതിനെ ഒരു പാനിൽ അല്ലെങ്കിൽ ദോശക്കല്ലിലോ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് നാം പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീനിനെ പൊള്ളിച്ചെടുക്കാൻ നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതിനെ പൊള്ളിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ നമുക്കിതിനെ മറിച്ചിട്ട് ഇതിൻ്റെ മറുവശം കൂടെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മത്തി പൊള്ളിച്ചത് റെഡിയായിട്ടുണ്ട്. വാഴയിലയിലെ ഫ്ലേവർ എല്ലാം നന്നായി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മീനും നന്നായി പൊള്ളി വന്നിട്ടുണ്ട്. മസാലയെല്ലാം നമ്മുടെ എല്ലാ മീനിലും നന്നായി പിടിച്ചിട്ടുണ്ട്. ഇതിനായി കുറച്ച് പ്രയാസപ്പെട്ടാലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വളരെ നന്നായിട്ടുണ്ടാകും. മത്തി കഴിക്കാത്തവർ പോലും ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പോലും ഇത് നന്നായി ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനെല്ലാം ഈ റെസിപ്പി ഷെയർ ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.